നമസ്കാരം, ഷെക്കന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. അമേരിക്കയുമായുള്ള സംഘർഷം അതിരൂക്ഷമായി തുടരുന്നതിനിടെ രാജ്യം എപ്പോഴും യുദ്ധത്തിനായി സജ്ജമായിരിക്കണമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിബാഫ്. രാജ്യം ഒരിക്കലും ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ പരമാധികാരം സംരക്ഷിക്കുവാൻ അവസാന ശ്വാസം വരെ പോരാടുവാൻ ഒരുങ്ങിയിരിക്കണമെന്നും അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വ്യോമാക്രമണം കൂടുതൽ ശക്തമാക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ചർച്ചകളിലേക്ക് ഇറാൻ മടങ്ങിയെത്തില്ലെങ്കിൽ അടുത്തയാഴ്ച മുതൽ രാജ്യത്തെ തന്ത്രപ്രധാനമായ ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും ലക്ഷ്യമിട്ട് കടുത്ത ആക്രമണം നടത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. അമേരിക്കയുടെ കടുത്ത സൈനിക ഭീഷണി നിലനിൽക്കുന്നുണ്ടെങ്കിലും നിലവിൽ അവരുമായി യാതൊരുവിധ ചർച്ചകൾക്കും തയ്യാറല്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. US-മായി ചർച്ചകൾ നടത്തുന്നതിനെക്കുറിച്ച് രാജ്യം ഇപ്പോൾ ആലോചിക്കുന്നതേയില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി ഔദ്യോഗികമായി അറിയിച്ചു. അമേരിക്കൻ ഭീഷണിയെ തുടർന്ന് ഇറാൻ ഇപ്പോൾ പൂർണ്ണമായും രാജ്യത്തിന്റെ പ്രതിരോധത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. രാജ്യത്തിന്റെ തെക്കൻ മേഖലകളിൽ അമേരിക്ക അടുത്തിടെ നടത്തിയ കനത്ത ആക്രമണങ്ങളിൽ 35 പേർ കൊല്ലപ്പെടുകയും 300-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതായാണ് ഇറാന്റെ ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. മേഖലയിൽ ആക്രമണങ്ങൾ തുടരുമ്പോഴും നയതന്ത്ര ചർച്ചകളുടെ വാതിലുകൾ പൂർണ്ണമായി അടയ്ക്കരുതെന്നാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന സ്പീക്കറുടെ നിലപാട്. US-മായുള്ള പ്രതിരോധത്തിനൊപ്പം നയതന്ത്രവും ഒരേ സമയം ഉപയോഗിച്ചാൽ മാത്രമേ രാജ്യത്തിന്റെ താൽപര്യങ്ങൾ പരമാവധി സംരക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാന്റെ നാവികസേനയും വ്യോമസേനയും തകർന്നടിഞ്ഞു എന്ന തരത്തിലുള്ള അവകാശവാദങ്ങളുമായി ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ രാജ്യത്തെ തകർക്കുമെന്ന US-ന്റെ പുതിയ കൊലവിളികൾക്ക് മുന്നിൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ലെന്ന ശക്തമായ പ്രതിരോധ നിലപാടിലാണ് ഇറാൻ ഭരണകൂടം ഇപ്പോൾ തുടരുന്നത്. നൈജീരിയയിലെ വടക്കുപടിഞ്ഞാറൻ പ്രവിശ്യയായ സംഫാരിയയിൽ സൈന്യവും പ്രാദേശിക സന്നദ്ധ പ്രവർത്തകരും സംയുക്തമായി നടത്തിയ കടുത്ത സൈനിക നീക്കത്തിൽ 300-ലധികം ആക്രമികളെ വധിച്ചു. പ്രദേശത്തെ കർഷകരെയും ഗ്രാമീണരെയും നിരന്തരം ഭീതിയിലാഴ്ത്തിയിരുന്ന സായുധ കൊള്ള സംഘങ്ങൾക്കെതിരെ 2 ദിവസമായി തുടരുന്ന ശക്തമായ പ്രത്യാക്രമണത്തിലൊടുവിലാണ് ഈ വലിയ വിജയം കണ്ടത്. സഫാരിയയിലെ ഗുമ്മി ജില്ലയിൽ 1000-ഓളം വരുന്ന സായുധ കൊള്ളക്കാർ കന്നുകാലികളെ മോഷ്ടിക്കുവാനും ഗ്രാമീണരെ തട്ടിയെടുക്കുവാനും ശ്രമിച്ചതോടെയാണ് സംഘർഷം ആരംഭിച്ചത്. ബുധനാഴ്ച രാത്രി ആരംഭിച്ച പോരാട്ടം പിറ്റേന്ന് രാവിലെ വരെ നീണ്ടുനിന്നു. 2 ആഴ്ച മുമ്പ് ഇതേ സംഘത്തെ നേരിടുവാൻ സൈന്യം ശ്രമിച്ചിരുന്നെങ്കിലും കൊള്ളക്കാരുടെ എണ്ണക്കൂടുതൽ കാരണം താൽക്കാലികമായി പിന്മാറേണ്ടിയിരുന്നു. വധിക്കപ്പെട്ട കൊള്ളസംഘങ്ങളിൽ ഭൂരിഭാഗവും കന്നുകാലി കള്ളന്മാരും ഭീകരപ്രവർത്തകരുമാണെന്ന് സംഫാര വിവരസാങ്കേതിക കമ്മീഷണർ മുഹമ്മദ് ദാന്തവാസ സ്ഥിരീകരിച്ചു. കർഷകരുടെ ഭൂമി കയ്യേറുവാനും വലിയ തുക മോചനദ്രവ്യം ആവശ്യപ്പെടുവാനും സമീപകാലത്തായി ഈ സായുധ സംഘങ്ങളും ജിഹാദികളും തമ്മിൽ പരസ്പരം സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു. ഇതേ തുടർന്ന് പ്രദേശവാസികളിൽ നിന്ന് കനത്ത നികുതി പിരിക്കുവാനും ഇവർ മുതിർന്നിരുന്നു. അതേസമയം ദക്ഷിണ പടിഞ്ഞാറ് മേഖലയിൽ നിന്ന് ജിഹാദികൾ തട്ടിക്കൊണ്ടുപോയ 40ഓളം കുട്ടികളെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ ചില സൈനികർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. സുരക്ഷിതമെന്ന് കരുതിയിരുന്ന തെക്കൻ മേഖലകളിൽ ഉൾപ്പെടെ മാസ് കിഡ്നാപ്പിംഗ് പോലെയുള്ള അക്രമങ്ങൾ വർദ്ധിക്കുന്നത് തടയുവാൻ അമേരിക്കൻ സൈന്യത്തിന്റെ സഹായത്തോടെയുള്ള സംയുക്ത പ്രതിരോധവും നൈജീരിയൻ സർക്കാർ ശക്തമാക്കിയിരിക്കുകയാണ്. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ പ്രവിശ്യയിലുണ്ടായ 2 വ്യത്യസ്ത ഭീകരാക്രമണങ്ങളിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും 34 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബുധനാഴ്ച ലോവർ ദിർ ജില്ലയിലും ബന്നു ജില്ലയിലുമുള്ള പോലീസ് സംവിധാനങ്ങളെ ലക്ഷ്യമിട്ടാണ് ഭീകരർ അതിശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത്. ആദ്യത്തെ സംഭവം റിപ്പോർട്ട് ചെയ്തത് ലോവർ ദിർ ജില്ലയിലെ ഹൈദറിലുള്ള ലഡാം ടോപ്പിന് സമീപമാണ്. ഈ പ്രദേശത്ത് കൂടി കടന്നു പോവുകയായിരുന്ന പോലീസ് വ്യൂഹത്തിന് നേരെ ഭീകരർ ആദ്യ കൈബോംബുകൾ എറിയുകയും പിന്നീട് യാതൊരു പ്രകോപനവുമില്ലാതെ ഓട്ടോമാറ്റിക് ആയുധങ്ങൾ ഉപയോഗിച്ച് തുരുതുര വെടിയുതിർക്കുകയുമായിരുന്നു. കനത്ത വെടിവെപ്പിനിടയിൽ പോലീസിന്റെ 2 വാഹനങ്ങൾ ഭീകരർ പൂർണ്ണമായും തീയിട്ട് നശിപ്പിച്ചു. ആക്രമണത്തിൽ പരിക്കേറ്റ 19 പോലീസ് ഉദ്യോഗസ്ഥരെ ഉടൻ തന്നെ സമീപത്തെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി. രണ്ടാമത്തെ സംഭവത്തിൽ ബന്നു ജില്ലയിലെ മിദിയാൻ പോലീസ് സ്റ്റേഷന് നേരെയുണ്ടായ വലിയൊരു ചാവേർ ആക്രമണ ശ്രമം പാക് സുരക്ഷാ സേന വിജയകരമായി പരാജയപ്പെടുത്തി. സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം പോലീസ് സ്റ്റേഷനിൽ ഇടിച്ചു കയറ്റുവാനുള്ള ഭീകരരുടെ നീക്കമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൃത്യസമയത്ത് തകർത്തത്. പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി വന്ന ചാവേർ വാഹനം ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് തൊട്ടുമുൻപ് തന്നെ സുരക്ഷാ സേന വെടിയുതിർത്ത് തകർക്കുകയായിരുന്നു. വാഹനം തകർത്തതിന് പിന്നാലെ പോലീസ് സ്റ്റേഷൻ വളപ്പിലേക്ക് അതിക്രമിച്ച് കയറുവാൻ ശ്രമിച്ച 4 ഭീകരരെയും ഏറ്റുമുട്ടലിലൂടെ വധിക്കുവാൻ സൈന്യത്തിന് സാധിച്ചു. എന്നാൽ ഈ കനത്ത പോരാട്ടത്തിൽ 15 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ഇതിൽ 10 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയുമാണ്. വിദഗ്ധ ചികിത്സയ്ക്കായി ഇവരെ പെഷാവറിലെ പ്രധാന ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഭീകരാക്രമണങ്ങൾ നടന്ന 2 മേഖലകളും പാക് സുരക്ഷാ സേനയും പോലീസും ചേർന്ന് പൂർണ്ണമായി വളഞ്ഞ് കനത്ത സുരക്ഷാ വലയത്തിലാക്കിയിരിക്കുകയാണ്. അക്രമികളെ കണ്ടെത്തുവാനായി പ്രവിശ്യയിൽ വലിയ തോതിലുള്ള തിരച്ചിലും സായുധ ക്ലിയറൻസ് ഓപ്പറേഷനും ആരംഭിച്ചതായി പോലീസ് വക്താക്കൾ അറിയിച്ചു. അഫ്ഗാനിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള ഈ മേഖലകളിൽ സമീപകാലത്തായി സുരക്ഷാ ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടുള്ള ഭീകരാക്രമണങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ്. നിരോധിത സംഘടനയായ തെരീഖ താലിബാൻ പാകിസ്ഥാനും അതിന്റെ മറ്റ് ഉപവിഭാഗങ്ങളുമാണ് ഈ ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗം സംശയിക്കുന്നു. പ്രദേശത്ത് സമാധാനം വീണ്ടെടുക്കുവാനുള്ള കൂടുതൽ സൈനിക നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് സൂചന.
ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദവിയിൽ നിന്നുള്ള രാജിപ്രഖ്യാപനത്തിന് പിന്നാലെ കീർ സ്റ്റാമർ പാർലമെന്റിലെ തന്റെ അവസാന ചോദ്യോത്തര വേളയെ അഭിമുഖീകരിച്ചു. ബ്രിട്ടനെ താൻ ഏറ്റെടുത്തതിനേക്കാൾ മികച്ച നിലയിലാണ് അടുത്ത ഭരണാധികാരിക്ക് കൈമാറുന്നതെന്ന് അദ്ദേഹം ഹൌസ് ഓഫ് കോമൺസിൽ വ്യക്തമാക്കി. അധികാരമേറ്റ് 2 വർഷം തികയുമ്പോഴാണ് ലേബർ പാർട്ടി നേതാവായ കീർ സ്റ്റാമർ പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയുന്നത്. പാർലമെന്റിലെ അവസാനത്തെ പ്രൈം മിനിസ്റ്റേഴ്സ് ക്വസ്റ്റ്യൻ സെഷനിൽ പ്രതിപക്ഷ പാർട്ടികളുടെ കടുത്ത വിമർശനങ്ങളെയും ചോദ്യങ്ങളെയും അദ്ദേഹം നേരിട്ടു. രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയും ജീവിതച്ചെലവ് വർധനവും പരിഹരിക്കുവാൻ സ്റ്റാമർക്ക് സാധിച്ചില്ല എന്നാണ് പ്രതിപക്ഷം സഭയിൽ ആരോപിച്ചത്. വരുന്ന തിങ്കളാഴ്ച സ്റ്റാമർ ബക്കിംഗ്ഹാം കൊട്ടാരത്തിലെത്തി ചാൾസ് മൂന്നാമൻ രാജാവിന് ഔദ്യോഗികമായി രാജി സമർപ്പിക്കും. തുടർന്ന് ലേബർ പാർട്ടിയുടെ പുതിയ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ട ആൻഡി ബേൺഹാം ബ്രിട്ടന്റെ അടുത്ത പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കും. കഴിഞ്ഞ മെയിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്ക് വലിയ തിരിച്ചടി നേരിട്ടതോടെയാണ് സ്റ്റാമർക്ക് മേൽ രാജിസമ്മർദ്ദം ഉണ്ടായത്. കൂടാതെ യുഎസിലെ ബ്രിട്ടീഷ് അംബാസഡറായി വിവാദ വ്യവസായി ജെഫ്രി എപ്സ്റ്റീന്റെ സുഹൃത്തിനെ നിയമിച്ചതുൾപ്പെടെയുള്ള ഭരണപരമായ വീഴ്ചകളും അദ്ദേഹത്തിന് ജനപ്രീതി ഇല്ലാതാക്കി. വരും ദിവസങ്ങളിൽ ആൻഡി ബേൺഹാമിനെ പുതിയ നേതാവായി ലേബർ പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. തന്റെ രാഷ്ട്രീയ യാത്ര അവസാനിച്ചുവെന്ന് വ്യക്തമാക്കിയ സ്റ്റാമർ സഭയിലെ അംഗങ്ങൾക്കും തന്റെ കുടുംബത്തിനും വികാരനിർഭരമായ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തി. പാർലമെന്റിലെ അവസാന പ്രസംഗത്തിന് ശേഷം ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ സഭാംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചാണ് അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകിയത്. തന്റെ ഭരണകാലത്ത് യുക്രൈന് നൽകിയ അന്താരാഷ്ട്ര പിന്തുണയും ബ്രെക്സിറ്റിന് ശേഷം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞതും സ്റ്റാമർ നേട്ടങ്ങളായി ഉയർത്തിക്കാട്ടി. പ്രധാനമന്ത്രി പദവി ഒഴിഞ്ഞാലും പാർലമെന്റിൽ സാധാരണ ജനപ്രതിനിധിയായി താൻ തുടരുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തന്ത്രപ്രധാനമായ ഹോർമോസ് കടലിടുക്കിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുത്തതോടെയാണ് മേഖലയിൽ യുദ്ധപ്രതിസന്ധി രൂക്ഷമായത്. ഇതിന് മറുപടിയായി ഇറാന്റെ പ്രധാന തുറമുഖങ്ങളെയെല്ലാം നിശ്ചലമാക്കുന്ന ശക്തമായ നാവിക ഉപരോധത്തിന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിടുകയായിരുന്നു. അമേരിക്കയുടെ ഈ നീക്കത്തിന് പിന്നാലെ ലോകത്തെ മറ്റ് പ്രധാന വാണിജ്യ സമുദ്രപാതകൾ കൂടി ഉപരോധിക്കുമെന്ന കടുത്ത ഭീഷണിയുമായി ഇറാൻ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. യമനിലെ ഹൂതി വിമതരുടെ സഹായത്തോടെ ചെങ്കടലിലേക്കുള്ള പ്രവേശന കവാടമായ ബാബ് അൽ മന്ദേബ് ഉൾപ്പെടെയുള്ള പാതകൾ തടസ്സപ്പെടുത്തുവാനാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. ഊർജ്ജ കയറ്റുമതി മേഖല ഒന്നുകിൽ എല്ലാവർക്കും തുല്യമായി അല്ലെങ്കിൽ എല്ലാവർക്കും അനുവദിക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് ടെഹ്റാൻ ഭരണകൂടം. ഇറാന്റെ തീരദേശ പ്രതിരോധ സംവിധാനങ്ങളെ ലക്ഷ്യമിട്ട് യുഎസ് കര വ്യോമസേനകൾ ഒരേ സമയം ആക്രമണം ശക്തമാക്കിയതോടെ പശ്ചിമേഷ്യയിലെ സൈനിക നീക്കങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭീതിയിലാണ്. അമേരിക്കയുമായുള്ള പോരാട്ടം തങ്ങളുടെ നിലനിൽപ്പിനായുള്ള യുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച ഇറാൻ അയൽ രാജ്യങ്ങളിലെ യുഎസ് സൈനിക താവളങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തിക്കഴിഞ്ഞു. ആഗോള വിപണിയിലെ എണ്ണക്കടത്തിനെ പൂർണ്ണമായും ബാധിക്കുന്ന ഈ സമുദ്രപാതകളിലെ തർക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ചർച്ചകൾക്ക് ഇറാൻ തയ്യാറാകാത്ത പക്ഷം വരും ദിവസങ്ങളിൽ ആക്രമണത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുവാനാണ് ഇരുവിഭാഗത്തിന്റെയും തീരുമാനം. ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾ വ്യാപിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിലെ സിറ്റുവേഷൻ റൂമിൽ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി അടിയന്തര ചർച്ച നടത്തി. ഇറാന്റെ പിക്കാക്സ് മൗണ്ടൻ ആണവ നിലയം ബോംബിട്ട് തകർക്കുന്ന ഉൾപ്പെടെയുള്ള കടുത്ത നീക്കങ്ങളാണ് നിലവിൽ ട്രംപിന്റെ സജീവ പരിഗണനയിലുള്ളതെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. തന്ത്രപ്രധാനമായ ഹോർമോസ് കടലിടുക്കിന് സമീപം യുഎസ് കരസേനയെ വിന്യസിക്കുന്ന കാര്യവും ചർച്ചയായെങ്കിലും ഇക്കാര്യത്തിൽ ട്രംപ് ഇതുവരെ അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. ഗാർഗ് ദ്വീപ് പിടിച്ചെടുക്കുവാൻ കരസേനയെ നേരിട്ടിറക്കുന്ന കാര്യത്തിൽ ട്രംപിന് ഇപ്പോഴും ചില വിയോജിപ്പുകൾ ഉള്ളതായാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വ്യോമാക്രമണങ്ങൾ ശക്തമായി തുടരുമ്പോഴും തങ്ങൾ നിലവിൽ ഒരു തരത്തിലുള്ള ചർച്ചകൾക്കും തയ്യാറല്ലെന്ന കടുത്ത നിലപാടിലാണ് ഇറാൻ ഭരണകൂടം. നയതന്ത്ര ചർച്ചകളുടെ വാതിലുകൾ പൂർണ്ണമായി അടഞ്ഞിട്ടില്ലെന്ന് യുഎസ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധ സാഹചര്യം അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്. പാകിസ്ഥാനിലെ ഫൈസലാബാദ് ജില്ലയിലെ ജറൻവാലിയിലുണ്ടായ ക്രൈസ്തവ വിരുദ്ധ കലാപവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിക്ക് 10 വർഷം കഠിന തടവ് വിധിച്ച് പാകിസ്ഥാൻ ഭീകരവിരുദ്ധ കോടതി. ഫൈസലാബാദിലെ ഭീകരവാദ വിരുദ്ധ കോടതി ജഡ്ജി വസീം മുബാരിക് ജൂലൈ 13 പുറപ്പെടുവിച്ച വിധിയിലാണ് പ്രധാന പ്രതിയായ ഇർഫാൻ യൂസഫ് വിശുദ്ധ വസ്തുക്കളെ അവഹേളിച്ചതിനും തീവച്ചതിനും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. പഞ്ചാബ് പ്രവിശ്യയിലെ ജറൻവാല ടൗണിൽ ഏതാണ്ട് 3 വർഷങ്ങൾക്ക് മുൻപ് 90ഓളം ക്രൈസ്തവ ഭവനങ്ങളും 26 ദൈവാലയങ്ങളും തകർക്കാനിടയാക്കിയ സംഭവത്തിലാണ് കോടതിയുടെ ഈ നിർണായക വിധി. തടവു ശിക്ഷയ്ക്ക് പുറമെ പ്രതിക്ക് വൻതുക പിഴയും കോടതി ചുമത്തിയിട്ടുണ്ട്. കേസിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഭീകരവാദ വിരുദ്ധ കോടതി ജഡ്ജി ശിക്ഷ പ്രഖ്യാപിച്ചത്. എന്നാൽ പ്രതിപട്ടികയിലുണ്ടായിരുന്ന മറ്റ് 12 പേരെ തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി ജഡ്ജി കുറ്റവിമുക്തരാക്കി. അക്രമം നടന്ന് 3 വർഷത്തോളമാകുന്ന വേളയിൽ വന്നിട്ടുള്ള ഈ കോടതി വിധി പാകിസ്ഥാനിലെ ന്യൂനപക്ഷ ക്രൈസ്തവ സമൂഹത്തിന് നേരിയ ആശ്വാസം നൽകുന്നതാണ്. രാജ്യത്തെ കർശനമായ ഇസ്ലാമിക നിയമങ്ങളും മതനിന്ദാ നിയമങ്ങളും പലപ്പോഴും ന്യൂനപക്ഷങ്ങൾക്കെതിരെ ദുരുപയോഗം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ക്രൈസ്തവർക്കെതിരെ അക്രമം നടത്തുന്നവർ ശിക്ഷിക്കപ്പെടുമെന്ന ശക്തമായ സന്ദേശമാണ് ഈ വിധി നൽകുന്നത്. 2023 ഓഗസ്റ്റ് 16 വിധിക്ക് ആധാരമായ കലാപം നടക്കുന്നത്. ഖുർആൻ അവഹേളിക്കപ്പെടുന്നു എന്ന ആരോപണത്തെ തുടർന്ന് അക്രമാസക്തരായ ജനക്കൂട്ടം ജറൻവാലയിലെ ക്രൈസ്തവ മേഖലകളിൽ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. കോടതി വിധി സ്വാഗതാർഹമാണെങ്കിലും ജറൻവാലയിലും പാകിസ്ഥാന്റെ മറ്റു ഭാഗങ്ങളിലെയും ക്രൈസ്തവർ ഇപ്പോഴും പൂർണ്ണമായ സുരക്ഷിതത്വത്തിലല്ലെന്ന് പ്രാദേശിക സഭാ നേതൃത്വവും മനുഷ്യാവകാശ പ്രവർത്തകരും ചൂണ്ടിക്കാണിക്കുന്നു. ജറൻവാല സംഭവത്തിൽ ഉൾപ്പെട്ട 100കണക്കിന് അക്രമികളിൽ ഭൂരിഭാഗം പേരും ഇപ്പോഴും നിയമത്തിന് മുൻപിൽ വന്നിട്ടില്ലെന്നും ന്യൂനപക്ഷങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഭരണകൂടം കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും കത്തോലിക്ക സന്നദ്ധ സംഘടനകൾ ആവശ്യപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.
ഹെയ്തിയിൽ സായുധ സംഘങ്ങളും സുരക്ഷാ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ വർദ്ധിച്ചതോടെ രാജ്യം അതിരൂക്ഷമായ മാനുഷിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതായി രാജ്യാന്തര സന്നദ്ധ സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നു. സായുധ സംഘങ്ങളെ നേരിടാൻ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച ഡ്രോണുകൾ വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ നൂറുകണക്കിന് സാധാരണക്കാരാണ് രാജ്യത്ത് കൊല്ലപ്പെടുന്നത്. തലസ്ഥാനമായ പോർട്ടോ പ്രിൻസിന്റെ 90% സായുധ ഗുണ്ടാ സംഘങ്ങളുടെ നിയന്ത്രണത്തിലായ സാഹചര്യത്തിലാണ് ഹെയ്തി ഗവൺമെന്റ് കടുത്ത സൈനിക നീക്കങ്ങളിലേക്ക് കടന്നത്. ഇതിന്റെ ഭാഗമായി സ്വകാര്യ സുരക്ഷാ കമ്പനികളുടെ സഹായത്തോടെ വലിയ തോതിൽ ബോംബുകൾ ഘടിപ്പിച്ച ഡ്രോൺ ആക്രമണങ്ങൾ ജനവാസ മേഖലകളിൽ സുരക്ഷാ സേന നടത്തുന്നുണ്ട്. ഈ ഡ്രോൺ ആക്രമണങ്ങളുടെ എണ്ണത്തിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ 120% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ വർഷത്തിന്റെ ആദ്യ 3 മാസങ്ങളിൽ മാത്രം ഹെയ്തിയിൽ 1642 ആളുകൾ കൊല്ലപ്പെടുകയും 700 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മരണങ്ങളിൽ വലിയൊരു പങ്കും സുരക്ഷാ സേനയുടെ ഡ്രോൺ ആക്രമണങ്ങൾക്കിടയിൽ പെട്ടുപോയ സാധാരണക്കാരായ ജനങ്ങളും കുട്ടികളുമാണെന്നാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നഗരങ്ങളിൽ ഇത്തരം മാരകായുധങ്ങൾ ഉപയോഗിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന കടുത്ത വിമർശനവും ഉയരുന്നുണ്ട്. ആഭ്യന്തര സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർണ്ണമായി തകർന്നതോടെ ഇന്റർനാഷണൽ റെസ്ക്യൂ കമ്മിറ്റിയുടെ 2026 അടിയന്തര നിരീക്ഷണ പട്ടികയിലുള്ള ആദ്യ 5 രാജ്യങ്ങളിൽ ഹെയ്തിയും ഉൾപ്പെട്ടിരിക്കുകയാണ്. അതിക്രമങ്ങൾ കാരണം ലക്ഷക്കണക്കിന് ആളുകൾക്ക് സ്വന്തം വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പട്ടിണിയും ചികിത്സാ സൗകര്യങ്ങളുടെ അഭാവവും കാരണം രാജ്യത്തെ ദശലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവി അതീവ അപകടത്തിലാണ് എന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്. വേൾഡ് ടുഡേ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.